ലോങ് ബ്രേക്കിന് ശേഷം വീണ്ടും വർക്കിംഗ് ലൈഫിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഇത് നമ്മളുള്ള സൂര്യ മോട്ടോഴ്സ് ട്രിവാൻഡ്രം. ഇത് ഇവിടെ ഒരു ഗ്രാൻഡ് ലോഞ്ചാണ്. ലോഞ്ച് എന്ന് പറഞ്ഞാൽ അണ്ടർ 500cc ഒരു സൂപ്പർ ബൈക്ക്, സൂപ്പർ സ്പോർട്സ് പെർഫെക്റ്റ് സൂപ്പർ ബൈക്കിൻ്റെ ഒരു ലോഞ്ചാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് പക്ക സൂപ്പർ സ്പോർട്സ് എന്ന് വിളിക്കാൻ പറ്റിയൊരു ബൈക്ക്. അത് ഗ്ലോബൽ റിനൗണ്ട് ആയിട്ടുള്ള ബ്രാൻഡായ അപ്രിലയുടെ RS457 ലോഞ്ച് ആയിരിക്കുകയാണ് 15 April 2024. സോ ലോഞ്ചിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. മോട്ടോർ സൈക്കിൾ ഏറെയിൽ ഒരു പുതിയ തുടക്കമാണ് കേരള റോഡ്സിൽ കാണാൻ പോകുന്നത്. വെരി ഫസ്റ്റ് RS457 ഇൻ കേരള റൈറ്റ് നൗ ഇൻ സ്റ്റുഡിയോ. സോ ഗൈസ് ഫൈനലി അങ്ങനെ അപ്രില അവരുടെ RS457 ബേബി RSV4 കേരളത്തിൽ ലോഞ്ചാക്കി. ഇന്ത്യയിൽ എല്ലായിടത്തും ഇറങ്ങി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് നമുക്ക് കിട്ടുന്നത്. അത് സാഡ്ലി ഒരു ട്രൂത്താണ് ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ RSV4ൻ്റെ ബേബിയാണ്, കുട്ടി സൂപ്പർ സ്പോർട്ട് ബൈക്ക്, പെർഫെക്റ്റ് ബിഗിനേഴ്സ് ബൈക്ക്. സോ ഗൈസ് ഇതാണ് അപ്രില RS457. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ഞാനൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കാണിച്ചു തരാം. സോ അങ്ങനെ ഫൈനലി അപ്രില ഗ്രാൻഡായിട്ട് 457 ലോഞ്ച് ചെയ്തു. അപ്രില 457 കമ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻ ദ ലൈക്സ് ഓഫ് യമഹ R3, കവാസാക്കി നിഞ്ച 500, നിഞ്ച 400, 300 ഇതിൻ്റെ കൂടിയാണ് കമ്പീറ്റ് ചെയ്യുന്നത്. ബട്ട് അപ്രില എന്ന് പറയുന്ന പക്ക ഒരു സ്പോർട്സ് ബൈക്കാണ്, നമ്മുടെ യമഹ R15 പോലെ. ഇതിൽ ക്ലോസ് ആയിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ R3, ബാക്കിയെല്ലാം ടൂറിംഗ് സെഗ്മെൻറ്റിൽ വരുന്ന ബൈക്സാണ്. സോ ഗൈസ് എൻ്റെ ഹൈറ്റ് വന്നിട്ട് 5.3 ആണ്. എൻ്റെ ഹൈറ്റ് അനുസരിച്ച് കുറച്ച് അഗ്രസീവാണ്, കുറച്ച് ഫോർവേഡ് ലീനിങ് പോസ്ചറാണ്. നമുക്ക് എക്സോസ്റ്റ് നോട്ട് കേട്ട് തുടങ്ങാം. സോ ഗൈസ് ഇതിൻ്റെ ഷാസി വന്നിട്ട് നമ്മൾ സൂപ്പർ സ്പോർട്സ് ബൈക്കിലൊക്കെ കാണുന്ന തരത്തിലുള്ള ട്വിൻ സ്പാർ അലുമിനിയം ഫ്രെയിമാണ് വരുന്നത് വിത്ത് അലുമിനിയം സ്വിംഗ് ആർം. ഇത് എഞ്ചിനിലാണ് സ്ട്രെസ് മെമ്പറായിട്ട് ബോൾട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ R15ലും സെയിം കോൺഫിഗറേഷനാണ്. ബട്ട് ഇത് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് ഫ്രെയിം നമുക്ക് കാണാൻ പറ്റും, സ്പോർട്സ് ബൈക്കിൽ കാണുന്ന പോലെ. അത് ഓവറോൾ ഈ ബൈക്കിൻ്റെ ലുക്ക് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യും. ഇതിൻ്റെ ലൈറ്റ് വന്നിട്ട് LED ആണ്, ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഒരു 5 ഇഞ്ച് കളർ TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. പിന്നെ എടുത്തു പറയാൻ പറ്റിയ ഒരു ഫീച്ചർ ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ റൈഡ് ബൈ വെയർ ആണ്. സോ ഗൈസ് ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബിഗ് ബോയ് RSV4ഉം RS660യുടെയും ഒരു ചെറിയ മിനിയേച്ചർ വേർഷനാണ് ഈ ബൈക്ക്. പക്ക അതേപോലത്തെ ഡിസൈൻ ക്യൂസും ഡിസൈൻ ലൈൻസും എല്ലാമാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഫ്രണ്ടിലെ വിങ്സ് വന്നിട്ട് മോട്ടോ GP അപ്രില GP ബൈക്കിൻ്റെ അതേ രീതിയിലുള്ള വിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ഒരു ഗ്രേറ്റ് സൂപ്പർ സ്പോർട്സ് പാക്കേജ് ആണ് അപ്രില 457. R15 നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നവർക്ക് ഒരു പെർഫെക്റ്റ് ട്രാക്ക് ബൈക്ക്. ഇത് ട്രാക്ക് ബൈക്ക് ആയിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. കാരണം പവർഫുൾ ആയിട്ടുള്ള എൻജിൻ, ക്വാളിറ്റി കമ്പോണൻസ്, സീറ്റിംഗ് പോസ്ചർ എല്ലാം അഗ്രസീവ് ആണ്. നമുക്ക് ട്രാക്കിൽ കൊണ്ടിട്ടിട്ട് പൊളിക്കാം. ആ രീതിയിലുള്ള ഒരു ബൈക്കാണ് അപ്രില ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഗൈസ്, നമുക്ക് എഞ്ചിനെ കുറിച്ച് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്രില ഇതിൽ കൊടുത്തിരിക്കുന്നത് 457cc പാരലൽ ട്വിൻ എഞ്ചിനാണ്. 4 valves per cylinder വിത്ത് ലിക്വിഡ് കൂൾഡ് ആൻഡ് റൈഡ് ബൈ വയർ ടെക്നോളജി. ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സ് പവർ വന്നിട്ട് 47.6 HP at 9400 RPM and max torque of 43.5 Nm of torque at 6700 RPM. അത് ക്ലാസ് ലീഡിംഗ് ആണ്. ഈ സെഗ്മെന്റിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണിത്. ഫ്രണ്ടിൽ വന്നിട്ട് അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്. അത് 41 mm അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വന്നിട്ട് 120 mm ട്രാവൽ തരുന്നുണ്ട്. റിയറിൽ അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് ആണ് വിത്ത് 130 mm ട്രാവൽ. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വന്നിട്ട് 320 mm 14 ഡിസ്ക് ആണ് വരുന്നത്. ബൈബ്രി ആണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് 4 പിസ്റ്റൺ റേഡിയൽ കാലിപ്പർ ആണ്. റിയർ ബ്രേക്ക് വന്നിട്ട് 220 mm ഡിസ്ക് ആണ്. അതും ബൈബ്രി ആണ്, സിംഗിൾ പിസ്റ്റൺ കാലിപ്പർ. ഫ്രണ്ട് വീൽ സൈസ് വന്നിട്ട് 17.3 അലൂമിനിയം അലോയ് റിം ആണ്. ബാക്കിൽ 17.45 ആണ്. ഇതിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് 13 liters ആണ് ഗൈസ്. സോ ഗൈസ്, എക്സ്ഷോറൂം ട്രിവാൻഡ്രം വന്നിട്ട് 4.18 lakhs ആണ് അപ്രില RS 457 പ്രൈസ് ചെയ്തിരിക്കുന്നത്. വാല്യൂ ഫോർ മണി ബോൾ പാർക്കാണ്. പിന്നെ ഇത് വന്നിട്ട് 3 കളർ വേരിയന്റിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം കാണുന്നത് ഒപ്ലേസൻ ലൈറ്റ് എന്ന് പറയുന്ന വൈറ്റ് കളറും പിന്നെ പ്രിസ്മാറ്റിക് ഡാർക്ക് എന്ന് പറയുന്ന വേറൊരു മോഡലുണ്ട്, അതിവിടെ ഇല്ല. നേരത്തെ കേട്ട ബ്ലാക്ക് കളർ വന്നിട്ട് റേസിംഗ് സ്ട്രൈപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 കളറിലുള്ള RS 457 ആണ് നമ്മുടെ കേരളത്തിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഗൈസ്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസും സ്വിച്ച് ഗിയേഴ്സും എല്ലാം നല്ല ക്വാളിറ്റി കമ്പോണൻസ് കൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് ടയർ വന്നിട്ട് 110 സെക്ഷനും ബാക്കിൽ 150 സെക്ഷൻ ടയറുമാണ് അപ്രില പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ട്രാക്ഷൻ കൺട്രോൾ, ABS, നെയിം ഇറ്റ് ഹാസ് എവറിത്തിങ്. സോ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിട്ട് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും, ഷോറൂമിൽ അവൈലബിൾ ആവുന്ന രീതിയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് കണ്ടന്റ് ഗൈസ്. സോ ദിസ് ഇസ് മിഥുൻ saying ciao. See you guys in some other video. Bye. Thanks for watching guys. Please do subscribe to my channel.